അന്തരിച്ച ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചു. തൈക്കൂടത്തെ വീട്ടിലെത്തിച്ച ശേഷം 2 മണിയോടെയാകും തൃപ്പൂണിത്തുറ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുക. ഇപ്പോൾ അവിടെ നിന്നും ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? സിന്ധൂരി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ ഉണ്ട്. നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ളവർ നിലവിൽ ഈ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് ഇവിടെ തന്നെ ഉണ്ട്. 11 മണിവരെ ഈ പൊതുദർശനം തുടരും. അതിനുശേഷം മൃതദേഹം അദ്ദേഹത്തിൻ്റെ തൈക്കോടത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് തൃപ്പൂണിത്തുറ പൊതുശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത്. തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വീണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും 4:55 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. പിന്നീട് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനുണ്ടായത്. ഒരു മക്കളിൽ ഒരാൾ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു. അവർ എത്തുന്നതിന് വേണ്ടി കാത്ത് വച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 11 മണി വരെ പൊതുദർശനം ഇവിടെ തുടരും. ഉമേഷ്, മലയാള സിനിമാ ലോകത്തിന് ഒട്ടനവധി മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഓരോ ഗാനങ്ങളും അത്രയധികം മനോഹരമാണ്, ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനത്തിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ധാരാളം ആളുകളല്ലേ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ സിന്ധൂരി, അരനൂറ്റാണ്ട് കാലത്തിലധികം നീണ്ടു നിന്ന സംഗീത സബരിയാണ് അദ്ദേഹത്തിൻ്റെ. ഗാനരചന രംഗത്ത് മാത്രമല്ല, അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങൾ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അതിൻ്റെ റെക്കോർഡും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നും ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. ഈ 1974 അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ പുറത്തിറങ്ങിയ ലക്ഷാർച്ചന കണ്ടു എന്നുള്ള ഒറ്റ ഗാനം തന്നെ മതി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വ്യക്തമാവാൻ. എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും ആ പാട്ട് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടും ഹിറ്റ് ഗാനങ്ങളായിരുന്നു. 71 അദ്ദേഹം ഈ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം അദ്ദേഹം എല്ലാ തലമുറയിൽപ്പെട്ട സംഗീത സംവിധായകർക്ക് വേണ്ടിയും അദ്ദേഹം ഗാനങ്ങൾ എഴുതി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സംഗീതം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സംഗീതം നൽകിയിരിക്കുന്നത് MS വിശ്വനാഥനാണ്. സംവിധായകൻ ഹരിഹരൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു ദേവരാജൻ മാസ്റ്ററോടൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. ദേവരാജൻ മാഷും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. ആ സ്വപ്നവും അദ്ദേഹത്തിന് സഫലമാവുകയുണ്ടായി. അതുകൂടാതെ ആദ്യകാല സംഗീത സംവിധായകരായ ദക്ഷിണാമൂർത്തിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പുതുതലമുറയിൽപ്പെട്ടവരോടൊപ്പം അടക്കം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും ഏറെ ദുഃഖത്തോടെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ശരി, വ്യക്തമാണ് ഉമേഷ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 2 മണിക്ക് ശേഷം തൈക്കൂടത്തെ വീട്ടിലെത്തിച്ച് അവിടെയും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം തൃപ്പൂണിത്തുറ പൊതുശ്മശാനത്തിലാകും മൃതദേഹം സംസ്കരിക്കുക. നിരവധി കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇപ്പോൾ ഈ ഒരു പൊതുദർശന ഇടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.